ക്ലോക്ക് രാവിലെ 10 മണി സമയം കാണിക്കുന്നു. ഈ ക്ലോക്ക് വൈകുന്നേരം 4 മണി സമയം കാണിക്കുമ്പോഴേക്ക് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും? ക്ലോക്കിൻ്റെ ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 12 മുതൽക്ക് നമ്മൾ 12 വരെ അക്കങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മണിക്കൂർ സൂചി എന്ന് സങ്കല്പിക്കുക. ഈ മണിക്കൂർ സൂചി നമ്മൾ ഉദാഹരണമായിട്ട് 12 പുറപ്പെട്ടിട്ട് ഒരു പ്രാവശ്യം കറങ്ങി 12 തന്നെ എത്തിച്ചേരുമ്പോഴൊക്കെ ഇത് വൃത്താകൃതിയാണ്. വൃത്തത്തിൻ്റെ ഡിഗ്രി അളവ് 360 ഡിഗ്രിയാണ്. അപ്പോൾ മണിക്കൂർ സൂചി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഒരു പ്രാവശ്യം കറങ്ങി അതേ സ്ഥലത്ത് എത്തുമ്പോൾ 12 മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ടാവും. മണിക്കൂർ സൂചി 12 മണിക്കൂർ സഞ്ചരിക്കും. അതേ സമയത്തോ എത്ര ഡിഗ്രി കറങ്ങും? 360 ഡിഗ്രി കറങ്ങും. അപ്പോൾ മണിക്കൂർ സൂചി 12 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം, മണിക്കൂർ സൂചി 12 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുക? 360 ഡിഗ്രിയാണ് സഞ്ചരിക്കുക. ഇത് 12 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 360 ഡിഗ്രി ആണെങ്കിൽ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 360/12, 360/12 30 എന്നാവും. അതായത് മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 30 ഡിഗ്രിയാണ്. നമുക്ക് മണിക്കൂർ സൂചിയുടെ കാര്യം എന്താ പറയുന്നത്? രാവിലെ 10 മണി സമയം കാണിച്ചു, പിന്നെ 4 മണി, വൈകുന്നേരം 4 മണി. അപ്പോൾ ഇവിടുന്ന് എത്ര സമയം ഉണ്ടെന്ന് നോക്കുക. 10 കഴിഞ്ഞാൽ 11, 12, 1, 2, 3, 4, 6 മണിക്കൂറുണ്ട്. അപ്പോൾ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 30 ഡിഗ്രിയാണ്. ആയതുകൊണ്ട് 6 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 30 × 6, ഉത്തരം 180 ഡിഗ്രിയാണ്. അതായത് മണിക്കൂർ സൂചി വൈകുന്നേരം രാവിലെ 10 മണി സമയത്ത് മുതൽക്ക് വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് മണിക്കൂർ സൂചി 180 ഡിഗ്രിയാണ് സഞ്ചരിക്കുക.